റമദാനൊക്കെ പോയി പോട്ടെ, ഈ റമദാൻ മാസം നല്ല രീതിയിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്തിലായിട്ട് മുഴുകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അറിഞ്ഞോ മക്കളെ, നമ്മളെ പുതിയ അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാബാൻ എന്ന് പറയുന്ന നമ്മുടെ അതിഥി ഇവിടെ നമ്മളെ കാത്തു നിൽക്കുക. നമ്മൾ ആരെങ്കിലും വരവേറ്റോ ഷാബാനെ? വരവേൽക്കാൻ നമ്മൾ തയ്യാറാണോ? ഹദീസ് തന്നെ ഉണ്ടല്ലോ, ലോക മനുഷ്യർക്ക് അശ്രദ്ധരാവുന്നൊരു മാസമാണ് ശരിക്കും ഷാബാൻ മാസം. നിങ്ങൾ ആലോചിച്ചേക്ക്, അബൂബക്കർ അൽ ബൽഖി റളിയല്ലാഹു അൻഹു റഹ്മഹുല്ല മഹാനവറുകൾ പറയുന്നൊരു കാര്യമുണ്ട്. റജബ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൃഷി നടുന്ന സമയമാണ്. ഷഅബാൻ എന്ന് പറഞ്ഞാൽ അത് ഷെഹ്റുസഖി, നമ്മളതിന് വെള്ളം പാർന്നു കൊടുക്കുന്ന സമയമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ ഷെഹ്റു ഹസ്ദ്, നമ്മൾ വിളവെടുക്കുന്ന സമയമാണ് റമദാൻ. ചില മഹാന്മാർ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്ന കാണാം. ഒരാൾ റജബ് മാസത്തിൽ വിത്ത് പാകിയിട്ടില്ല, ശഅബാൻ മാസത്തിലോട്ട് വെള്ളം നനച്ചിട്ടില്ല, പിന്നെ റമദാൻ മാസത്തിൽ ഓന് എന്ത് വിളവെടുക്കാൻ. ആലോചിക്ക്, നമ്മുടെ അവസ്ഥയൊക്കെ നമ്മൾ ഇതിനോടൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കി. നമ്മളൊക്കെ റമദാന് വേണ്ടി ഒരുങ്ങുന്നുണ്ടോ? ഈ റമദാനെങ്കിലും എനിക്ക് നന്നായിട്ടൊന്ന് അമല് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ റമദാനൊക്കെ പോയി പോട്ടെ, ഈ റമദാൻ മാസം നല്ല രീതിയിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്തിലായിട്ട് മുഴുകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അത് ഇപ്പം തുടങ്ങണം. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പഠിപ്പിച്ചത്, റമദാൻ മാസത്തിൽ നന്നായിട്ട് അമല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റമദാൻ മാസത്തിൽ വിളവെടുക്കുക എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ നന്നായിട്ട് അമല് ചെയ്യുക എന്നുള്ളത് തന്നെ. റമദാൻ മാസത്തിൽ നന്നായിട്ട് അമല് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ നമ്മൾ പാകമാക്കി എടുക്കണം. അതിൻ്റെ ഒരു സമയം കൂടിയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശഅബാൻ മാസത്തിൽ ചെയ്തിരുന്നത് നോമ്പ് നന്നായി അനുഷ്ഠിച്ചിരുന്നതാണ്. റമദാൻ മാസത്തെ നോമ്പ് ക്ഷീണം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ശീലമായി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. റമദാൻ മാസം നമുക്ക് പടച്ചോൻ എത്തിച്ചേരട്ടെ. ആ റമദാൻ മാസത്തിൽ നല്ല നല്ല അമലുകൾ ചെയ്യാനും തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും.